ഹലോ ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഗുഡ് മോർണിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞോന്നറിയില്ല. എന്തായാലും നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വന്നു. ഭയങ്കര ടയേർഡായിരുന്നു. രാത്രി എന്ന് പറയാൻ ജാനുവേ കണ്ടതല്ലേ, രാത്രി 2:30-ക്കും 2:15-നും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവൾ ഉറങ്ങിയില്ല, നമ്മൾ ശരിക്കും ഉറങ്ങിയില്ല. അവൾ ഫ്ലൈറ്റ് കയറിയിട്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങൾ വന്നു, ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളിപ്പോൾ നോർത്ത് ഗോവയിൽ എനിക്കൊന്ന് കലങ്കൂട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കെൻഡോലമാണോ കലങ്കൂട്ടാണോ ഞാൻ ഷുവറല്ല. അവിടെ ഒരു ബ്ലൂം റൂംസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ബേസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ക്രാഷ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിതിന് മുമ്പ് ഡൽഹിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേറെ ലൈക്ക് ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ക്ലീനാണ്, നീറ്റാണ്, ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് ഇൻറ്റീരിയേഴ്സൊക്കെ ഉള്ള നല്ല രസം, ചിയർഫുൾ, നല്ല ഒരു ക്വയറ്റ് സ്ഥലമാണ്. എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറി കട്ടിൽ കിടന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഉണ്ടെങ്കിൽ നമ്മളിനി ഫുഡ് അടിക്ക് പോകാൻ പോകുന്നു. അപ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിക്ക് എണീറ്റ് ഗൂഗിളിൽ ഒരു ചെറിയ സെർച്ചൊക്കെ നടത്തി അടുത്തുള്ള സൂസെ ഗാർഡോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സൂസെ ഗാർഡോ നമ്മൾ ഗോവൻ ഡെലിക്കസിയിൽ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചാൽ പ്രോൺസ് വിന്താലു ബീഫ് സാക്കൂത്തിയുമാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലെയിൻ റൈസ്. ജാനുവേ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. കൊള്ളാം. ഉണ്ണിമ കഴിച്ചിട്ട് വരാം. ഉണ്ണിമയ്ക്ക് കഴിക്കാൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അവൾക്ക് ഒരു സ്പൂൺ കൊടു, നീ വേറൊരു സ്പൂൺ എടുക്കും. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. വിശന്ന് കണ്ണ് തള്ളിയിരുന്നോണ്ട് എന്ത് കിട്ടിയാലും ഇഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ നല്ല എരിവ് എന്തായാലും സാധനം പക്ഷെ കൊള്ളാം. ജാനുമിക്ക് മുട്ട ഒരു വീക്ക്നെസ് ആയത് കാരണം നമ്മൾ മുട്ടയും കൂടെ പറഞ്ഞു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനുമി. മുട്ടയും പച്ച ചോറുമാണ് ജാനുമിയുടെ വീക്ക്നെസ്. അത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി ഹാപ്പിയാണ്. കൊള്ളാം മജാമ, സൂപ്പറാണോ? അടിപൊളി. ചൂടുണ്ടല്ലേ? ഓ ചൂട്. ഇനിയും പ്ലെയിൻ റൈസും ഇവിടുത്തെ എന്തോ ഗോവൻ ബ്രെഡും പിന്നെന്തോ റോസ്റ്റ് പോർക്കും എല്ലാം പറഞ്ഞു. അത് ഞാൻ തീർത്തോളാം. പക്ഷെ റൈസ് പറഞ്ഞ് കൂടി പോയി തീർക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്താ എങ്കിൽ ഓക്കെ തീർത്താ മതി. ഇവിടെ പോർക്ക് റോസ്റ്റ് വന്നു കഴിഞ്ഞു. എക്സ്ട്രാ റൈസ് വന്നു. ഉണ്ണിമ തീർക്കുമെന്ന് പറഞ്ഞ റൈസ് എല്ലാം ഉണ്ണിമ തട്ടിയിട്ടുണ്ട്. ബ്രെഡിന് വരാനുണ്ട്. പോർക്ക് റോസ്റ്റ് കണ്ടിട്ട് കൊള്ളാമെന്നുണ്ട്. ഭയങ്കര ഫാറ്റിയാണ്, പക്ഷെ കൊള്ളായിരിക്കും. ഗോവൻ ബ്രെഡും വന്നിട്ടുണ്ട്. ഇതാണ് ഗോവൻ ബ്രെഡ്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ മറ്റേ നോർമൽ ബൺ ബ്രെഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണല്ലേ. വിശന്നിരുന്നുകൊണ്ടാണോ ഞാൻ കംപ്ലീറ്റ്ലി ഷുവർ അല്ല, പക്ഷെ അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഒരു ബ്രെഡും അല്ല, ഒരു നാൻ ടൈപ്പും അല്ല, കൊള്ളാം. പോർക്ക് റോസ്റ്റ് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം അല്ലേ ഉണ്ണിമ? പോർക്ക് റോസ്റ്റ് പൊളി. ഉണ്ണിമ ഇതുവരെ ചോറ് ഫിനിഷ് ചെയ്തിട്ടില്ല, ശരിക്കെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു. ഇങ്ങനെ ഗോവൻ ഡെലിക്കസി ഫസ്റ്റ് ഡേ തന്നെ ട്രൈ ചെയ്തല്ലേ ഉണ്ണിമ? ഇനി നമ്മളിപ്പം റൂമിലേക്ക് തന്നെ പോവാം എന്നുള്ളൊരു പദ്ധതിയിലിരിക്കുകയാണ്. ബിക്കോസ് സത്യം പറയാമല്ലോ, ഇന്നലെ ആ എയർപോർട്ടിൽ പാര നടന്നിട്ട് വയ്യ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ, ഇന്ന് രാത്രി അർപ്പോറ സാറ്റർഡേ നൈറ്റ് ബസാർ എന്ന് പറഞ്ഞാൽ ഇവിടെ സാറ്റർഡേ മാത്രം നടക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു ബസാർ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനാണ് ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് അത് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അറിയാം ഇന്നലത്തെ ഉറക്കം കാരണം പ്രശ്നമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒന്ന് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് കിടന്നിട്ട്, ആക്ച്വലി ലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം തന്നെ 5:15 കഴിഞ്ഞു. മൈ ഗോഡ്. പക്ഷെ നമ്മൾ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആ വെയിലൊക്കെ നല്ലപോലെ താന്നിട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ്. അല്ലേ ജാമ? മാമയല്ല ജാമ. അപ്പോൾ അതാണ് പ്ലാൻ. പിന്നെ വേറൊരു
വിശേഷം പറയുകയാണെങ്കിൽ നമ്മളിവിടെ കാറ് സെൽഫ് ഡ്രൈവ് കാർ റെന്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഉണ്ണിമ? അതിനെക്കുറിച്ച് എന്താണ് ഉണ്ണിമയ്ക്ക് പറയാനുള്ളത്? കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ മേജർ ജയൻസിനൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഒരു സ്ഥലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ തിരിച്ചു കൊടുക്കണം. പിന്നെ അത്ര ഫ്ലെക്സിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഫ്ലെക്സിബിളായി തോന്നിയ ഒരു സെയിൻ ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു അവരിൽ നിന്ന് നമ്മൾ വണ്ടി റെന്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടി. അതെ, നമ്മൾ സെയിൻ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസിനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫുൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ലാസ്റ്റ് പറയാം. ബട്ട് ആസ് ഓഫ് നൗ സോ ഫാർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊണ്ടുവന്ന മനുഷ്യനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കൊച്ചുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ റിസ്കി ആയതുകൊണ്ട് റിസ്കിയുമാണ്. പിന്നെ ഇവിടെ ഭയങ്കര വെയിൽ. സത്യം പറഞ്ഞാൽ നാട്ടിലത്തെ പോലൊന്നും അല്ല. ചൂട് കാരണം സഹിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ 5:15 എങ്കിലും ആ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിള്ളേരുമായിട്ട് വരികയാണ്. പിന്നെ ഇപ്പം മഴ സീസൺ തുടങ്ങാനും പോകണം. നമ്മളിപ്പോൾ മെയ് എൻഡിലാണ് വന്നിരിക്കുന്നത്. മെയ് എൻഡ് ജൂൺ തുടക്കം. അപ്പൊ അതുകൊണ്ട് മഴയും കാണും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാർ, അല്ലെങ്കിലും ഇവളെയും കൊണ്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ സെൽഫ് ഡ്രൈവ് കാർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കൊരു ഹിമാചൽ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ സെൽഫ് ഡ്രൈവ് കാർ ആണ് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് നമ്മുടെ എക്സ്പീരിയൻസ് വളരെ അല്ലേ നല്ലതായിരുന്നു. അത് നമ്മുടെ മെയിൻ സംഭവം നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഐറ്റിനറി ട്രിപ്പ് മൊത്തം നമ്മുടെ കുറച്ചൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യണം, എവിടെ നിൽക്കണം, എപ്പോൾ പോകണം, ഏത് സ്പീഡിൽ പോകണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചെറിയ കാര്യം പറയാം. ഞങ്ങളിപ്പം ഗോവയിൽ നോർത്ത് ഗോവ സൗത്ത് ഗോവ ഒക്കെ കവർ ചെയ്യാൻ ഉള്ളൊരു പ്ലാനാണ്. 1 വീക്കോളം ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ പല ഹോട്ടൽസിലായിട്ടൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഹോട്ടലിൽ നിന്ന് വേറെ ഹോട്ടലിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മളൊരു ഇവിടെ വന്നൊരു സ്കൂട്ടർ റെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ജസ്റ്റ് സൈറ്റ് സീയിങ്ങിന് പോകാമെന്നല്ലാതെ നമുക്ക് ഈ സാധനങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അടുത്തേൽ പോകുമ്പോൾ നമുക്ക് ക്യാബ് തന്നെ എടുക്കേണ്ടി വരും. കാരണം ഇവിടെ ടാക്സി ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവസ്ഥ അത് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് സൈറ്റ് സീയിങ്ങിനും പോവാം, ഒരു ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത് അടുത്ത ഹോട്ടലിൽ പോകുമ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, വെയിലുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ട് കുട്ടികളുള്ള ഫാമിലീസ് ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇസൈൻ ട്രാവൽസുമായിട്ടുള്ള ഫുൾ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് ഞങ്ങൾ കുറച്ചുനേരം കിടന്ന് ഉറങ്ങട്ടെ. അത് കഴിഞ്ഞ് മിക്കവാറും നമുക്ക് അർപ്പോറ നൈറ്റ് മാർക്കറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാം. ബൈ. അങ്ങനെ ഉറങ്ങാനായി റൂമിൽ പോയി ഞങ്ങൾ അവിടുത്തെ പൂള് കണ്ട് മതി മറന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോവുമായിരുന്നു. കാലടിക്കുന്നത് സത്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്കൂളിൽ കണ്ണു ജാനിമയെ പിടിച്ച് പൊങ്ങിയാണ് അല്ല ജാമ മതിയാ ജാനുവ പോവാടാ, നാളെ വരാം. നാളെ രാവിലെ എണീറ്റ് വരാം. നമ്മുടെ ഇവിടെ ബ്ലൂം റൂംസിന്റെ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് സ്വിം ചെയ്തിട്ട് ജസ്റ്റ് കയറി പോവാന്നും പറഞ്ഞു തോന്നുക. ജാനുവി പോവാം, ജാനുവി പോവാം. ബാ ഇറങ്ങ്, ബാ പോവാം. കയറ്റി വിടുന്ന ഒന്ന് കയറ്റി ബാ പോവാം കേട്ടാ. ബാ ആ ഓക്കെ തീർന്ന്. എന്താ ജാനുവി, വാട്ടർ ബേബിയാണോ ജാനുവി?
ഒരു വിധത്തിൽ പുറത്തിറങ്ങുന്നില്ല. ഇനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് പോകണം. ഹലോ, അപ്പൊ നമ്മള് സ്വിം ടൈം, പൂൾ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് സോറി ഗൈസ്, ഹായ്. അപ്പൊ നമ്മുടെ സ്വിം പൂൾ ടൈം ഒക്കെ കഴിഞ്ഞ നമ്മൾ വന്നു. ഒന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചു, നടന്നതേ ഇല്ല. ജാനുമിയെ കുളിപ്പിച്ചു, ഞങ്ങൾ കുളിച്ചു, കഴിഞ്ഞ ഒരുവിധം റെഡിയായി പോവാണ്. എങ്ങോട്ട്? അർപ്പോര സാറ്റർഡേ നൈറ്റ് മാർക്കറ്റ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഹലോ, ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നലെ നമ്മൾ സാറ്റർഡേ നൈറ്റ് മാർക്കറ്റ് കാണാനെന്ന് പറഞ്ഞ് പോയി. അവിടെ ഒരു മാർക്കറ്റും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം സീസണലായിട്ടാണ് പോലും നടക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഒരു പഠിക്കുന്ന കാര്യങ്ങൾ, അഫ്കോഴ്സ് ഇത് കുറച്ചൊരു ഷോൾഡർ സീസണാണെന്ന് നമുക്കറിയാമായിരുന്നു, പീക്ക് സീസൺ അല്ലാന്ന് അറിയാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ മാർക്കറ്റ്സൊക്കെ ഓരോന്നായിട്ട് ക്ലോസ് ചെയ്ത് തരും. പക്ഷേ ഈ പെർട്ടിക്കുലർ മാർക്കറ്റ്, സാറ്റർഡേ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്ത പോലും അല്ലേ, അതൊരു 3 മാസമായിട്ട് ക്ലോസ്ഡ് ആണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും അതുവരെ പോയി ഒന്നും കാണാൻ പറ്റാതെ വന്നു. പക്ഷെ അതൊരു കണക്കിന് നന്നായി, ബിക്കോസ് നമ്മൾ നല്ല ടയേർഡായിരുന്നു. അപ്പം ഇവളെ നേരത്തെ കിടത്താൻ പറ്റി, നമ്മളാണെങ്കിൽ ഇന്നലെ നേരത്തെ വന്ന് കിടന്നു. പക്ഷേ അപ്പോൾ ആക്ച്വലി നമ്മൾ തിരിച്ച് വന്നപ്പോൾ തന്നെ ജാനുമി ഉറങ്ങിയാണ് വന്നത്. അപ്പം നമ്മൾ മിണ്ടാതെ, ലൈറ്റൊന്നും ഇടാതെ മിണ്ടാതെ കൊണ്ടുവന്ന് കിടത്തി ഞങ്ങൾ കയറി കിടന്നു. ബിക്കോസ് എന്തെങ്കിലും ലൈറ്റ് കണ്ട് ഓണന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓൺ ആക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നടന്നില്ല. മിക്കവാറും അറിഞ്ഞൂടാ, ഇതായിരിക്കും ഈ വ്ളോഗിൻ്റെ ചിലപ്പോൾ ഒരു എൻഡ്. ഇതായിരുന്നു നമ്മുടെ ഡേ 1 ഇൻ ഗോവ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും ജസ്റ്റ് നമ്മൾ വന്നു, സെറ്റിൽ ഇൻ ചെയ്തു, നല്ല രസമായിരുന്നു. കിടിലം ഫുഡ് കഴിച്ചു, അതായിരുന്നു മെയിൻ ഹൈലൈറ്റ് ഓഫ് ഡേ 1 കഴിച്ചു. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും ഡേ 1ൻ്റെ എൻഡ്. ഇന്ന് നമ്മൾ ആക്ച്വലി കുറച്ചൊരു ഓഫ് ബീറ്റ് ഗോവ ഒരു ടൂറായിരിക്കും മിക്കവാറും. കാര്യം നമ്മളിന്ന് പോകുന്ന ബീച്ചസൊക്കെ, സാധാരണ നമ്മൾ ഗോവ എന്ന് പറയുമ്പോൾ ബീച്ചസ് അങ്ങനത്തെ ഒരു വൈബാണല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗോവയിലെ കുറച്ച് അടിപൊളി മ്യൂസിയങ്ങളും ഫൗണ്ടൻ ഹൗസ് എന്ന് പറഞ്ഞ് ഗോവയിലെ പോർച്ചുഗീസ് സ്റ്റൈൽ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും ഉള്ള സ്ഥലത്താണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സീ യു ഓൺ ഡേ 2 ഓഫ്